നമസ്കാരം. നമസ്കാരം. ആ മാത്തുകൂട്ടിയത് എപ്പോ എത്തി? അവൻ വെളുപ്പിനെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എവരെന്നെ ഒരു സുമാറിലായിരിക്കുന്നേ. ഓ ഇരുന്നാട്ടെ. എന്നാ പറയാനാ എന്റെ അവറാച്ച മുതലാളി? കഷ്ടവാ. സംബന്ധക്കാര് തമ്മിലും വീട്ടുകാര് തമ്മിലും ഒരു സ്വരച്ചേർച്ചയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപോയെങ്കിൽ അങ്കവും കുറിക്കും വാളും എടുക്കും. ആ സന്മനസ്സുള്ളിടത്തല്ലേ സമാധാനം കിട്ടൂ. കിട്ടി. ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയ. വെടികുണ്ട കൊണ്ട് സമാധാനം കിട്ടുന്നവരും ഉണ്ടല്ലോ എന്റെ കർത്താവേ. ആ ഇനി ഇവരെ വിളിപ്പിച്ച എന്നാത്തിനാന്ന് മുതലാളി തന്നെ അങ്ങോട്ട് പറഞ്ഞാട്ടെ. ആനിക്കുട്ടിയുടെയും വർഗീസിന്റെയും കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്റെ കാര്യം ഞാനങ്ങ് പറയാലോ. അബ്കാരി ബിസിനസ്സില് എനിക്ക് ആത്മാർത്ഥത്തോടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടായാലേ പറ്റൂ, പ്രത്യേകിച്ച് മദ്രാസില്. അതിനിപ്പം രാജം പഠിക്കണവിടെയില്ലേ? അവനെ കൊണ്ട് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റുമോ? എടോ, അതാ ഞാൻ ആത്മാർത്ഥയുടെ കാര്യം പറഞ്ഞത്. അത് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല, ബന്ധുബലം കൊണ്ട് കിട്ടുന്നതാ. മനസ്സിലായോ? അതുകൊണ്ടാണ് ആനയുടെ കെട്ടിയോ വർഗീസ് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനിപ്പോ തച്ചോളി വർഗീസിന് നേരെ ചൊവ്വ കച്ചമുറുക്കി കിട്ടാറിയോ? വർഗീസിന്റെ കാര്യം അറിയാവുന്നവരെല്ലാം ഇങ്ങനെ ചിരിക്കും. ഇങ്ങനെയുള്ള ഒരുത്തുണ്ടെങ്കിൽ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ മുതലാളിക്കേണ്ട ഭ്രാന്തുണ്ടോ? എന്റെ അമ്മച്ചി, വർഗീസിന് കളറി അറിയാമേലെന്നൊന്നും ഞാൻ പറയത്തില്ല. അറിയായിരിക്കും, പക്ഷെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം മുതലാളി? അതെടുത്ത് പ്രയോഗിക്കാനുള്ള ചങ്കൂറ്റവനില്ല. എത്ര ഒന്നാന്തര സന്ദർഭങ്ങളാ ഞാനും ഓമനെ കൂടെ അവനെ കൊണ്ടുവന്ന് കൊടുത്തത്. അതിലൊന്നും അവൻ ഇടപെടത്തില്ല. ഒടുവിലെ നിവൃത്തിയേട് കൊണ്ട് ഞാനൊരു രേഖവനെ ഇറക്കി. ഇപ്പൊ തലേ തുണിയിട്ടോണ്ടാ ഞാനും എന്റെ കെട്ടിയോടെ വയനാട്ട് ജീവിക്കുന്നത്. അതെ, അടി അറിയാവുന്നവര് കണ്ട ആപ്പയുടെ ഊപ്പയുടെയും കൂടെ അടിക്കാൻ ഇറങ്ങിയോണ്ട് പറ്റിയതാ. അതൊക്കെ സഹിച്ചോണ്ടാ മതി. അതല്ലേ നിന്നെയൊക്കെ ആണല്ലോ എന്റെ കർത്താവെ വർഗീസിന്റെ അളിയന്മാരായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഓ, ഇനി ഇപ്പൊ അത് ഇതും പറഞ്ഞ് ആരും ഇറങ്ങിയറാവണ്ട. നമുക്ക് ആനിക്കുട്ടിയും വർഗീസിന്റെ മനസ്സുയോതി നടത്തണം. നടത്തിക്കോ, പക്ഷെ ഞാനും ഓമനെ സഹകരിക്കില്ല കേട്ടോ. ആനിക്കുട്ടിയെ വേറെ ആണുങ്ങളെ കൊണ്ട് കെട്ടിക്കരുതോ? നീയൊക്കെ ചെകുത്താന്റെ സന്തതികളാ. യവനൊക്കെ മറുതലിപ്പിന്റെ നേരത്ത് ഗുരുത്താന്മാരാ. ഓട്ടേലിയാമേ, അവരെ അങ്ങനെ പറഞ്ഞു വിടുന്ന മര്യാദ. ഇടപെടരുത്. യവനെ ഒന്നും കണ്ടോണ്ടല്ല ഞാൻ വർഗീസിനെ പെട്ടത്. അവന് പെണ്ണ് കെട്ടാൻ ഇവന്റെ ഒന്നും അനുവാദം വേണ്ട, ഒരു പൂച്ചാണ്ടിയും വേണ്ട. വീട്ടിൽ നിന്ന് അച്ഛൻ വന്നേ. ഓ എന്നാ ഞാൻ അറിഞ്ഞില്ലെന്ന് വെച്ചോളാം. അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ കുടിച്ചു. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ അഭിപ്രായം അങ്ങ് പറയാം. ശുദ്ധ മണ്ടന്മാരാ നിങ്ങള്. വർഗീസിനെ പോലെ അളിയനെ കൈ കിട്ടിയിട്ട് നിങ്ങൾക്ക് അയാളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഉണ്ടായോ? ശകലോ? എന്നാ ശകലവാ? ആഹാ, ഇതായിരുന്നു ഞാൻ വിചാരിച്ചു. ഒഴിച്ചു. ആഹാ, നല്ല സുഖം. ഈ രാജം പണിക്കരും നമ്മുടെ വർഗീസും തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാ? അവര് കീരിയും പാമ്പ് പോലല്ലയോ? അപ്പൊ അതാ മർമ്മം. നമ്മൾ അവിടെ തുടരണം. എങ്ങനെയാ? എടോ, നിങ്ങളുടെ കൈ കീരിയും പാമ്പും ഇരിക്കല്ലയോ? വർഗീസും രാജം പണിക്കരും അവന്മാര് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അത് നടക്കില്ല മുതലാളി. അവർക്ക് പരസ്പരം അറിയാം. നമ്മൾ മനസ്സ് വെച്ചാ നടക്കും. നമ്മൾ നടത്തണം. ഐഡിയ ഏതാന്ന് മുതലാളി പറഞ്ഞാട്ടെ. കളരിപ്പയറ്റിന്റെ കാര്യത്തിൽ വർഗീസിനെ നമ്മൾ നാറ്റിക്കണം. രാജം പണിക്കരുടെ മുമ്പിൽ അവനൊരു പുല്ലുവലം തെളിയിക്കണം. എന്ത് പറയുന്നു? നിങ്ങളുടെ മനസ്സിലിരിപ്പോ അത് തന്നെ അല്ലയോ? അളിയൻ ധാരാളം നാറിയെ പറ്റൂ. രാജം പണിക്കർക്ക് കളരി മാത്രമല്ല കരാട്ടെ അറിയോ? അളിയനെ അയാള് പുല്ല് പോലെ നാട്ടിച്ചോളൂ. മരിക്കുന്നതിന് മുമ്പ് മുതലാളി എനിക്കതൊന്ന് കാണണം. എടോ, അതിനൊക്കെ എളുപ്പ വഴിയുണ്ട്. എല്ലാ വഴിയാ? ഒരേ ഗുരുവിന്റെ 2 ശിഷ്യന്മാരല്ലയോ അവന്മാര്? അതെ. അവന്മാര് തമ്മിലൊരു മത്സരം വെക്കണം. ഒരു മത്സര പയറ്റ്. അത് ടിക്കറ്റ് വെച്ച് നടത്തി അതിന്റെ കാശ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, അളിയൻ നാറുകയും ചെയ്യും. ഓ എന്റെ മുതലാളി, ഈ അവസരത്തിലെങ്കിലും ഞാനൊരു ചേഴ്സ് അടിച്ചോട്ടെ.